രോഗികൾ ഒരു മരണവും സംസ്ഥാനത്ത് നിലവിൽ 1706 ആക്റ്റീവ് കേസുകൾ. ഇന്ത്യക്ക് മുതൽ മുട്ടുമടക്കി പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട ഇന്ത്യക്ക് പാകിസ്ഥാന്റെ കത്ത്. ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറെന്ന കത്തിൽ കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്ന് അറിയിക്കും. റോഡിലെ കുഴിയിൽ വീണ് വീട്ടമ്മ മരിച്ച പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വൻ പ്രതിഷേധം. പാലക്കാട് പൊള്ളാച്ചി അന്തർസംസ്ഥാന പാത ഉപരോധിച്ച് ബിജെപി കോൺഗ്രസ് പ്രവർത്തകർ. ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ഏട്ടക്കുളം ഗോപാലപുരം പാതയിൽ ഒരു വർഷത്തിനിടെ കുഴിഞ്ഞത് 4 ജീവൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്മല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിടചൊല്ലാൻ നൽകിയ രാഷ്ട്രീയങ്ങളും KPCC ആസ്ഥാനത്ത് സംസാരിച്ചതും സംസ്കാരം ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗിക ബഹുമതികളോടെ സൈക്കാട് കാർമിക വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണപുതുക്കിയ ബലിപെരുന്നാൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ. ബലിപെരുന്നാൾ സന്ദേശം പങ്കുവച്ച് മതപണ്ഡിതർ. ഗസയിൽ പലസ്തീൻ ജനത അനുഭവിക്കുന്നത് ദയനീയ സാഹചര്യമെന്ന് പാളയം ഇമാം മുഫ്തി സുഹൈബ് മൗലവി. പട്ടിണി കിട്ടുന്ന ക്രൂരതയാണ് നടക്കുന്നതെന്നും പാളയം ഇമാം പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് ആശ്വാസം നൽകുന്നതെന്ന് പാളയം ഇമാം മുഫ്തി സുഹൈബ് മൗലവി. ഭരണഘടനയെ വിശ്വാസമർപ്പിച്ച് നിയമപരമായ പോരാട്ടം തുടരണമെന്നും പാളയം ഇമാം. പെരുമാൾ സ്വദേശത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ പരാമർശിച്ച് പാളയം ഇമാം അന്യായമായി ആരെയെങ്കിലും വധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ പേരെയും വധിച്ചതിന് തുല്യമാണ്. ഭീകരാക്രമണം കൊണ്ട് മതപരമായി ആരെയും വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് പാളയം ഇമാം. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാർ വംശീയതയും വർഗീയതയും ഉപയോഗിക്കുന്നുവെന്ന് അറഫ മസ്ജിദ് ഇമാം ഇസ്ഹാഖ് അസ്ഹരി. വഖഫ് പ്രശ്നത്തിലടക്കം സംഘപരിവാർ ഇടപെടുകയാണ്. ലഹരിക്കെതിരെ യുവാക്കൾ വിശ്വാസികൾ മോഹിക്കണമെന്നും പെരുന്നാളിന്റെ സന്ദേശത്തെ ഇസ്ഹാഖ് അസ്ഹരി പറഞ്ഞു. ബലിപെരുന്നാൾ ദിനത്തിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലക്ഷ്യവും കൊടുത്ത് നിലവിലെ സ്ഥാനാർത്ഥികൾ. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആര്യാടൻ ഷൗക്കത്തും CV അൻവറും ചന്ദ്രകുന്ന് ജുമാ മസ്ജിദിലെത്തി വിശ്വാസികളെ കണ്ട മുസ്ബരാൻ. ഇന്ത്യയെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്ന മണ്ഡലം. മുഖ്യമന്ത്രി പ്രചാരണത്തിലെത്തിയാൽ ഇടത് സ്ഥാനാർത്ഥി തോൽക്കുന്നത് CV അൻവർ കൃതാർത്ഥനാഥന് ഉദാഹരണമാണ്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സംഘപരിവാർ ശക്തിയോടൊപ്പം മുഖ്യമന്ത്രി യോജിച്ച് പ്രവർത്തിക്കുകയാണെന്നും CV അൻവർ പറഞ്ഞു. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. IPL വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി K. ശങ്കർ, ട്രഷറർ E. ജയറാം എന്നിവരാണ് രാജിവെച്ചത്. അപകടത്തിൽ വിരാട് കോഹ്ലിയെ പ്രതി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ HM വെങ്കടേഷ് പരാതി നൽകി. തിരുവനന്തപുരം PUC ഇരുചക്ര വാഹന ഷോറൂമിലെ തീപിടുത്തത്തിൽ കേസെടുത്ത പോലീസ്. 2 കോടി രൂപയുടെ നാശനഷ്ടമാണ്